അമ്മ ഇറങ്ങിച്ചില്ലേ? അമ്മേനെ അന്വേഷിച്ചു വരുന്ന ബാ. ആരൊക്കെ അമ്മ ചോദിച്ചിട്ടിരിക്കുക. അച്ഛന്മാര് വരുന്നില്ലേ? അമ്മയ്ക്കൊന്നും അറിയത്തില്ല. പക്ഷെ അമ്മ വരുമ്പോ കുളിച്ചു കഴിയുമ്പോ എപ്പോഴും ചോദിക്കും അച്ഛന്മാര് വരുമോന്ന്. കുർബാനയ്ക്ക് കൊടുക്കാനില്ല. ഇപ്പൊ എന്നെ ഉറക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം വന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വന്നതായിരുന്നു ഇവിടെ. 2 ദിവസം മുമ്പ് വന്നായിരുന്നു ഇവിടെ. ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്നായിരുന്നു. ആ മറന്നുപോയി തോന്നുന്നു അമ്മ. ഇപ്പൊ ഓർമ്മയുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പഴാ കാണുന്നല്ലേ? ഇവിടെ വന്നിട്ടില്ലല്ലോ. ഉണ്ട്. അമ്മേ, ഇത് എന്റെ ചിറ്റപ്പനാ. എന്റെ ചാച്ചന്റെ ഓർക്കുന്നില്ല. എന്റെ ചാച്ചന്റെ അനിയനാ, അച്ഛനാ. ആണോ? ആ, പള്ളിയിലെ മഹാരാഷ്ട്രയിലാ. ആ, ഇത് UP യില്. 2 അച്ഛന്മാരാ. ഒരച്ഛനും കൂടി ഉണ്ട്. ഒരു ചിറ്റപ്പന്റെ ഒരു മകനും കൂടി ഉണ്ട്. അച്ഛനാ വന്നിട്ടില്ല. അടുത്ത മാസം വരും അല്ലേ? ഇവിടെ എന്റെ നാട്ടിലൊന്നും ആരുമില്ല. അവിടെ ആർക്ക് താമസം വെക്കാൻ നേരല്ലോ നിങ്ങൾ വളർക്കാറുണ്ടോ? ഇന്ന് പെയ്തില്ലല്ലോ. അയ്യോ, പെയ്യാനും കുഴപ്പമില്ല. ഇത്ര നേരമായില്ലേ? ഇത്ര നേരം മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇങ്ങനെ പോക്കും വരുമായിരുന്നു. 5 മണി ആയപ്പോ തുടങ്ങിയതാ. അകത്തോട്ട് കയറി ഇരിക്കാൻ പറ. അകത്തോട്ട് കയറാൻ വരാം. ഞാനും വരുവാ. റൊമാനോ വാ. വരുവാ. ഓടി വന്ന് വണ്ടല്ലേ? അമ്മച്ചിയെ കാണാറുണ്ട് ഞങ്ങള്. ഇതിനകത്ത് കാണാറുണ്ട്. കൂട്ടിലിരിക്കാൻ സാധനങ്ങളൊക്കെ പറ്റിയ അതുങ്ങള് പുറത്തോട്ടിറങ്ങാൻ വരുമ്പോ താരസ് വന്നവർ അകത്തോട്ട് കയറി വരുമല്ലേ? അതുകൊണ്ടാണ്. അമ്മച്ചി ഇരിക്കുക. സ്ഥിരം പോയിന്റാണ്. വിശേഷം സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായി കഴിയണം. പപ്പായും മമ്മിയൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ചേട്ടനിയന്മാര് എത്ര പേരാ? ജ്യേഷ്ഠന് അനിയന്മാരും ഇല്ല. ഇല്ലേ? ജ്യേഷ്ഠന്മാര് 2 പേര്. ചേട്ടന്മാര് ഒന്ന് ജോമോളുടെ അപ്പൻ, ഒന്ന് ബേബി എന്ന് പറഞ്ഞ ആള്. പിന്നെ പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാര് 2 പേരുണ്ട്. മതി, മതി. എല്ലാവർക്കും ആവശ്യങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അതിയായ അതമ്പ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ ഓരോ കാര്യങ്ങൾ പോയില്ലേ പിന്നെ എല്ലാരോടും വഴക്കുമാണ്. ആരെയും കാണാനുണ്ട്, കൊച്ചുങ്ങളെ കാണത്തി. അങ്ങനെയുണ്ട്. അങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട്. അത് ഒരിക്കലും ഒരു കുടുംബത്ത് പറ്റിയല്ല. അങ്ങനെയുള്ളവങ്ങളെ പഴയ കാരണന്മാരിപ്പം അകത്ത് കയറ്റിയേ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവര് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ചങ്ങ് വിട്ടേക്കും. നല്ല മൂടാട്ടോ. അതാ നല്ലത്. അലമ്പാണ്. മനുഷ്യന്റെ വില കുറവല്ലേ അതൊക്കെ. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അത് അവരുടെ സമയത്ത് അതിൻ്റെ ക്രമം പോലെ അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അതിന് മറ്റുള്ളവർ അതിനകത്ത് കേൾക്കാൻ നിൽക്കുന്ന ഒന്നും കളിക്കും. അവരെ മോശമാക്കുകയും ചെയ്യും. അവരുടെ വിലയൊന്നും പറയുന്നത് പല തരത്തിലൂടെ മനുഷ്യൻ്റെ ഈശോ ശ്രദ്ധിച്ചേക്കണോ പഠിപ്പിച്ചേക്കണോ. അത് അല്ല നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അതെന്നാ പോലെ വണ്ട് പറഞ്ഞു അച്ഛയാണോ കടിക്കലാണോ?
പിന്നെ സിസ്റ്റർമാരെവിടെ അച്ഛന്മാരെവിടെ ഇരിക്കണം? ഞാൻ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അവിടെയാണോ? ആ ദൂരെയാ. ദൂരെയാ ദൂരെയാ. അവിടുത്തെ കാലാവസ്ഥയൊക്കെ സുഖമാണോ? കാലാവസ്ഥ ചൂടായി ഇപ്പൊ, നല്ല ചൂടാ. ആണോ? ഭക്ഷണം അച്ഛനും അവിടുത്തെ യുപിയില് ഭക്ഷണമൊക്കെ സൂപ്പറാ അവിടെ. ഇവിടുത്താണോ? ആ ഭക്ഷണമൊക്കെ നല്ലതാ, ഇവിടത്തെ പോലെയാ. ആണോ? ആ സമാധാനം. ഇതുപോലെ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ലാണ്, എത്ര നാളത്തേന്നുള്ളതാണ്. അപ്പം അതൊക്കെ എനിക്ക് പോയില്ലെങ്കിൽ എന്നാ ചെയ്യും? പിന്നെ വേറൊരു സ്ഥലത്ത് പോയി ജീവിച്ച് കഴിഞ്ഞാലും ശരിയായി. അങ്ങനെയുണ്ട്. അമ്മച്ചിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എന്തോ? ആരോഗ്യം എങ്ങനെയുണ്ട് ആരെയാ? അമ്മച്ചിയുടെ? ആരോഗ്യം അതിനുമാത്രമൊന്നും ഇല്ല അച്ഛാ. അതിനുമാത്രം ആരോഗ്യം വേണ്ട. എന്നാത്തിനാ ഒത്തിരി വണ്ണം വെച്ച് കുറഞ്ഞിച്ച് വരാൻ ഇപ്പം ചുമ്മാ ഇഷ്ടമില്ല, ഒരെണ്ണം വലിയ ഇഷ്ടമില്ല. കഷ്ടിച്ച് നടക്കാനും പള്ളിയിലൊക്കെ പോകാനൊക്കെ ഉള്ള ഇത് മതി. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും നടത്താനുള്ള ഈശ്വര ശക്തി തരും. ആ ശക്തി മതി. അതിയായ അമൃതം വിഷ. അതുകൊണ്ട് അത് ദോഷം ചെയ്യും. അത് കാരണത്തെ കുറിച്ച് അതൊന്നും വേണ്ട. അല്ലാത്ത അതൊക്കെ വേണ്ടത് അതൊക്കെ ചെറുതായ രീതിക്കൂടെ പെരുമാറി പോവും. എന്തോ ഇല്ലാതെ വാക്കുണ്ട് എപ്പോഴും. ആരെയും നമുക്ക് മറക്കാൻ പറ്റിയല്ല. എല്ലാവരും നമുക്ക് വേണം. നന്മയായാലും തിന്മയായാലും ആരും ദോഷം ചെയ്യാനും പോകും. നമുക്ക് പറ്റാവുന്ന എന്തൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുകയെന്നല്ലാതെ. നമ്മുടെ അച്ഛൻ മുമ്പ് ഉപദേശിച്ചാലും കുർബാനയ്ക്ക് കൊടുക്കാൻ അച്ഛന്മാരിപ്പോ എവിടെ ഇരിക്കുന്നത്? ഈ അച്ഛൻ മഹാരാഷ്ട്രയില്, ഞാൻ ഉത്തർപ്രദേശില്. എവിടെ? ഉത്തർപ്രദേശ് യുപിയിലാ. യുപി. മലയാളത്തിലാണോ? അല്ല ഹിന്ദി. ഓ, ഇന്ത്യ. വടക്കേ ഇന്ത്യയിലാ. വടക്കേ ഇന്ത്യ. ആ, വടക്കേ ഇന്ത്യ. അവിടുത്തെ ഭക്ഷണമൊക്കെ പിടിക്കുമോ? എത്രയോ വർഷങ്ങളായല്ലേ? ഒത്തിരി വർഷങ്ങളായി. അപ്പൊ അവിടുത്തെ ഭക്ഷണം ഇപ്പൊ ഇഷ്ടം. 25 വർഷമായി. മുജാസിനോട് ഗട്ടയിൽ ഇരുന്നത് ഏത് സമയത്താ? ആ കുർബാന ചൊല്ലി കഴിഞ്ഞ ഉടനെ കണ്ടാ തോന്നല്ലേ? 2 വർഷം കഴിഞ്ഞു. ഓ, എന്തൊരു സ്ഥലമല്ല പൊന്നെ. ഞാൻ ഇപ്പോഴും ഓർക്കും കാട്. അവിടേക്ക് ഒന്ന് പോയി കാണണം ചോദിച്ചു. നീ ഒരു ദിവസം പോകണം അവിടെ. അല്ലേ? അയ്യോ, ഞാൻ 2 ആഴ്ചയോളം അവിടെ പോയിരുന്നല്ലേ. അവിടെ എങ്ങനെ ജീവിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു കാടല്ലേ, ആദിവാസികളും. അതെല്ലേ? സ്കൂള് നോക്കി നടത്തുക. പള്ളിയും സ്കൂളും നോക്കി നടത്തുക. എന്തെങ്കിലും ഉണ്ടാകട്ടെങ്കിൽ ചെറിയൊരു സ്കൂളാണ് നമ്മുടെ പള്ളിക്കൂട് അവിടുത്തെ ശ്രീബാബുരം പോലെ അല്ലേ? ആ, അതിലും വലുതാണോ? 500 പിള്ളേരുണ്ട്. അച്ഛനൊക്കെ നേരത്തെ മുതൽ എവിടെയായിരുന്നു? എന്താ വരുന്ന കൺഗ്രാറ്റുലേഷൻസ്. മാർക്ക് മേടിച്ചില്ലേ? അത് ഏതായാലും ഇങ്ങനത്തെ വരുവാനേ. സുധീം ചെയ്ത് അതുകൊണ്ട് ഉമ്മയൊക്കെ കൊടുത്തു വിട്ടാ. ഇപ്പം ഇത്രയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അഡ്മിഷനും എടുത്തത് കൊണ്ടില്ലേലും ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ അവരുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് നിരാശ കൂടാതെ. വിവാൻ നല്ല സോപ്പിട്ട അമ്മേനെ നീന്തച്ചു കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും നോക്കിയാലും വിവാന്റെ കാര്യം മാത്രമേ നമ്മൾ കൂടുതലായിട്ടും പറയുള്ളൂ. അല്ല, വിവീനയുടെ കാര്യം ഏത് പള്ളിയിലായിരിക്കണേ? പള്ളി ആണോ? അവിടെയല്ലേ? പേര് പറഞ്ഞാലൊന്നും അമ്മ അറിയല്ല. അവിടുത്തെ കാലാവസ്ഥ ചൂടൊക്കെയാ. ഇവിടുത്താണോ ഭക്ഷണമൊക്കെ? ചോദിച്ചു തന്നെ ഇനി എപ്പോഴും ഇങ്ങോട്ട് പോകും. അത് തന്നെ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ബുദ്ധിമുട്ട് കൂടുതലാ. പിന്നെ കാട്ടിലൊക്കെ അമ്മ ഇരിക്കുന്നത്. ഇപ്പൊ കാട്ടില്ല, കാട്ടിലായിരുന്നു.
എന്ന് പറയാനും ഒരു കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ ആ കാര്യം അതന്നെ കണ്ടു. ഇതൊക്കെ തീരുമാനമൊക്കെ ഈശോ ചോര ഇരിക്കുന്ന സ്ഥലം ഇപ്പൊ ഏതാണ്ട് അങ്ങനെയുള്ള സ്ഥലല്ലേ അല്ലേ? ഇപ്പൊ നേരത്തെ ഒക്കെ ആയിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ആ നമ്മൾ നോക്കിയൊന്നും പറ്റിയല്ല, അതൊക്കെ ഈശോ നോക്കിയത്. നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ പള്ളിയിലുണ്ട്. ഇന്ദിരാപൂരല്ലേ? യുവജാതി ഇരുന്ന ഇന്ദിരാപൂരല്ലേ? അങ്ങനെ അവിടെയല്ലേ? അവിടെ ഇല്ല, ഇന്ദിരാനഗറായിരുന്നു. ഇന്ദിരാനഗറിലായിരുന്നു അല്ലേ? അതെ, ഗാസിയാബാദ് ആണോ? ഗാസിയാബാദ്, അത് ഡൽഹിയിലെ ഡൽഹിയിലെ ഞങ്ങളുടെ ലക്ഷണം ഫരീദാബാദായിരിക്കും. ഇപ്പൊ ഏത് ഇടവകയിലായിരിക്കും? അത് ഇടവകയാ. ഇടവക എന്ന് പറഞ്ഞാല് പ്രഭുസദൻ എന്ന് പറഞ്ഞ ഇടവകയാ. പ്രഭുസദൻ, ഇവിടെ പ്രഭുസദൻ അഷ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് അകലമല്ലോ. വടക്കേണ്ടിയല്ല, വടക്കേണ്ടിയ. അവിടെ നിന്ന് ഇവിടെ ഒന്ന് വന്നെങ്കിൽ എന്തുണ്ടാ വിഷമം. ആർക്കും ചുവ കാണാനും പറ്റിയത്. വർഷത്തിലൊന്നൊക്കെ വരാൻ പറ്റുള്ളൂ. വർഷത്തിലൊന്നൊക്കെ വരാൻ പറ്റുള്ളൂ. വർഷത്തിലെ ഒന്നൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഭക്ഷണങ്ങളൊക്കെ കുഴപ്പമില്ലേ? അവിടുത്തെ രീതിയിലുള്ള ഭക്ഷണം കിട്ടും. അവിടുത്തെ രീതിയിലുള്ള നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം വ്യത്യാസമുണ്ട്. വെള്ളം എല്ലാ സംഗതിക്കും അതൊക്കെ നമുക്ക് പിടിച്ചെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നാ ചെയ്താലും അതെല്ലാം ദോഷമായി വരുക. ഇപ്പൊ പിടിച്ചു അവിടെ 10-25 കൊല്ലമായിട്ട് അവിടെയല്ലേ. അപ്പൊ അതുകൊണ്ട് വെള്ളച്ചോറും പരിപ്പും എല്ലാം നല്ല ടേസ്റ്റ് അവിടെ. വെള്ളമൊക്കെ നമുക്ക് പറ്റുമോ? വെള്ളമൊക്കെ പറ്റും. കുഴൽക്കിണറുകളാ അവിടെ. കുഴപ്പമില്ല. കുഴൽക്കിണറാ, കുഴൽക്കിണർ. ഈ വെള്ളമൊക്കെ പിന്നെ ചൂടുമൊക്കെ ആക്കി കുഴിക്കണമെന്നുള്ള ചുമ്മാ വെള്ളം കോരി ഒഴിച്ചു അത് ഏത് ആവശ്യത്തിനും പറ്റിയല്ല നമുക്ക്. അത് നമ്മൾ ദിവസവും ആവത്തോളം നോക്കണം. അല്ലെങ്കിൽ ഇരട്ടിക്കാം കഷ്ടപ്പാട്. ഭക്ഷണവും പിടിക്കോ? നല്ല ഭക്ഷണം, കുഴപ്പമില്ല. പിന്നെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ടാ? ഉണ്ടോ? പള്ളിയിലല്ലേ ഇരിക്കുന്നേ? അച്ഛന്മാര് പള്ളിയിലല്ലേ ഇരിക്കണേ? ഞങ്ങള് പള്ളിയിലാ ഇരിക്കണേന്ന്. ഞങ്ങള് അച്ഛന്മാരല്ലേ? അച്ഛന്മാരല്ലേ പള്ളിയിലായിരിക്കുന്നതെന്ന്. പള്ളിയിലാ ഇരിക്കുന്നതെന്ന്. പള്ളിയില് ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് പള്ളിയിലാ ഇരിക്കണേ. ജോലി കൂടുതലാണ്. എങ്ങനെയായാലും എല്ലാം സമ്പൂർണ്ണമായ ഈശ്വരനൊക്കെ ശരിയൊക്കെ കിട്ടണ്ട. നേരെയാകയ തടസ്സങ്ങളൊന്നും കൂടാതെ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വേണ്ടത്. എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യം. അവനിനി ഇവിടെ നാളെ പോകുന്നതും വരെ കുറച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ പട്ടിയ. പേരുണ്ട് ഞങ്ങൾ എത്ര പേരുണ്ട്? ആണുങ്ങള് 2 പേര് 3 പേര്. രണ്ടോ ഉള്ളോ? 3 പേര്. മൂന്നോ? പെണ്ണുങ്ങളോ? പെണ്ണുങ്ങള് 2 പേര്. 5 പേര്. എല്ലാവരുടെയും കാര്യം ജോലിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മയ്ക്കും ചാച്ചനൊക്കെ പ്രായമായില്ലേ? അമ്മയ്ക്കും ചാച്ചനൊക്കെ പോയി അവര്. പോയോ? എന്നാ ഇനി അവരുടെ കാര്യമൊന്നും ചിന്തിക്കണ്ട. ഒരു ചെറുതാളായി പോയിട്ട് ചാച്ചൻ പോയിട്ട് ഇപ്പം 13-14-15 വർഷമായി. 16 വർഷം. കിടപ്പായിരുന്നോ? ഇല്ലില്ല, പെട്ടെന്ന് പോയതാ. ചെയ്യാറുണ്ടല്ലേ? അമ്മ പോയിട്ട് അത് വലിയ കാര്യം. 6 വർഷമൊക്കെ. അത് ഈശോ എഴുത വലിയ അനുഗ്രഹമില്ല. എന്നിട്ടും കിടന്നായിരുന്നു എത്ര നാളത്തെയാണ്. പിന്നെ വിഷമം. പിന്നെ വല്ലവർക്കും പുറമോക്കും എല്ലാം ഓരോ അറിയാം. അങ്ങനെ ആക്കിയാൽ കഴിയും. ഒരേ പ്രായമായി കഴിയുന്നവർക്ക് പ്രത്യേകിച്ചുണ്ട്. അതൊന്നും പറ്റത്തില്ല. എന്നാലും അവരുടെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും എല്ലാം തകർത്ത് അന്തോ ബന്ധോ എല്ലാം പോയിട്ട് നല്ല കാര്യമൊന്നും വരിക. പിന്നെ പുറത്തോളില്ലാണ്ട് അവരുടെ അഭിപ്രായങ്ങളും കുറ്റങ്ങളും എല്ലാം പറിച്ചിടും. അങ്ങനെയുണ്ട്. പിന്നെ
ഏതാ ഞാൻ പറയണതൊക്കെ പിടിച്ചെടുക്കാനാണ്. ആ അമ്മ പറഞ്ഞൊക്കെ പിടിച്ചെടുക്കാം. അമ്മയ്ക്ക് കുറെ മക്കളില്ലേ? അമ്മയ്ക്ക് കുറെ മക്കളുണ്ട്. അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കാലാവസ്ഥയൊക്കെ പെടുത്താണോ? കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പം വെള്ളമൊക്കെ വെള്ളമെല്ലാം നല്ലതാണ്. ഈ സമയത്ത് ഭയങ്കര ചൂടാവിടെ. ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ നല്ലതാണ്. വെള്ളച്ചോറാണ് കിട്ടുന്നത്, പരിപ്പ് കറിയുണ്ട്. ഏറ്റവും പറ്റിയ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു രാജ്യം രക്ഷപ്പെടുകയില്ല. അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചേക്കാം, ഇങ്ങനെ പിടിച്ചേക്കാം. അമ്മേനെ മക്കള് കാണാൻ വേണ്ടി. അമ്മയുടെ കുറെ മക്കളില്ലേ? അവരൊക്കെ അമ്മേനെ കാണണമെന്ന് പറയാം. അമ്മയ്ക്ക് കുറെ മക്കളുണ്ട്. മക്കള് അതെ. കഞ്ഞി കൊടുക്കണ്ട. ആ കഞ്ഞി കൊടുക്കാനാ, അവർക്ക് കഞ്ഞി കൊടുക്കാനാ അല്ല എടുത്ത് വെക്കുന്നേ. കഞ്ഞിയൊക്കെ കുടിക്കണ്ടേ? കുടിച്ചോ? കുടിക്കണം. അല്ല എടുത്ത് വേണ്ട. വിവാൻ അങ്ങോട്ട് വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇല്ലേ? വിളമ്പിക്കൊണ്ടിരിക്കുക. വേറെ എടുക്കണം. ആ പ്ലേറ്റ് വേറെ എടുക്കണം. പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ നീ പേര് എത്ര പേരുണ്ട് അച്ഛന്മാർക്ക്? നിന്റെ നീ എന്റെ ചേട്ടന്മാരെ കുറിച്ച് ഞാൻ പറയാം. അച്ഛൻ ഒത്തിരി പറഞ്ഞിട്ട് ഇത് ഞാൻ പറയാം. എനിക്കൊരു ചേട്ടനും ഒരു ചേച്ചിയും. ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ചേച്ചി ഇവിടെ ഉണ്ട്. അവിടെ ആരാ? ഇവിടെ ഉണ്ട്. അവിടെ ആങ്ങള. ഇളയ ആങ്ങളയാ. ഇളയ ആങ്ങളയാ. ആന്റിയോ? ഇളയ ആങ്ങള. ഇളയ ആങ്ങള. ഇളയ ആങ്ങളയാന്നേ. ഏതാ ആങ്ങളെയാണ്? ആ അവളുടെ ഒരു ആങ്ങളെയാ. ബാബാ കഴിച്ചോ? അല്ലാതെ പിന്നെ എങ്ങനെയാ? ആങ്ങളെയും പെങ്ങളുവാ. വെള്ളമൊക്കെ എടുത്ത് പിള്ളേർക്ക് എടുത്ത് വെക്കാം. വെള്ളമൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. കാരണവർ എവിടെയാ? കാരണവർ കാരണവരൊക്കെ പോയില്ലേ? എവിടെ പോയി? കാരണവരൊക്കെ മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോയി. എവിടെ പോയി. ആ അവിടെ കൊച്ചോ? ആ അതെന്ന് പോയി? അത് പോയിട്ട് 10-20 വർഷം ആയല്ലോ. 20 വർഷം കഴിഞ്ഞു. 20 വർഷം. പിന്നെ ആ അതെ അതെ. ഇത് നേരായി. ആ അതെ അതെ. കഴിഞ്ഞ ഈ ആഴ്ച എവിടെ ഉണ്ടായിരുന്നു? അമ്മ വാ. ആ ചെല്ലി കുഴപ്പമില്ല. അവരോട് കൂടിക്കോ പോയിരുന്നോ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാ ഞങ്ങള്. ഇല്ല പറ്റത്തില്ല. ചെരിപ്പെട്ടോ. അമ്മച്ചി വരുന്നോ? അമ്മ ഇരുന്നോ. എന്നൊക്കെയാടി ഇവർക്ക് ഉണ്ടാക്കിയേക്കണേ? ചക്കപ്പുഴുക്കുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്, പിന്നെ സാലഡ്, പിന്നെ അച്ചാറ്, പപ്പടം. കഴുകിട്ട് വാ. പോയി കഴുകിട്ട് വാ. കൈ കഴുകിട്ട് വാ. അതൊക്കെ ഞാൻ കഴിക്കും. ആ കഴുകിട്ട് വാ. എന്നിരുന്നോ. വാ അമ്മച്ചി വാ കഴിക്കാം നമുക്ക്. ഞങ്ങള് സമയം എന്തോ കഴിഞ്ഞു പോയി. ഇവിടെ ഇരിക്കെ കഴിക്കത്തില്ല. അമ്മ ഇവിടെ ഇരിക്കേ. കൈ കഴുകാം. റൈസ് മതിയോ? വിളമ്പണോ? അച്ഛന്മാര് ഇവിടെ താമസിക്കുന്ന ഉദിമറ്റത്തിൽ. ഇവിടെ ഉദിമറ്റത്തിൽ. അത് മതിയോ? ഒരു കഷ്ണം. എന്നുവെച്ചാൽ ഭക്ഷണം കഴിപ്പ് കുറവാണ്. അപ്പോൾ ബാ. നല്ല ഉള്ളറച്ചിയൊന്നും മതിയില്ല. അത് കിട്ടിയതാണ് വാങ്ങിക്കാൻ കിട്ടും. വെരട്ടി വിലയാ. 800 രൂപ. 800 രൂപ. ഏത് പള്ളിയിലേക്ക് ഇരിക്കണം?
വടക്കേണ്ടിയില്ല വടക്കേണ്ടിയില്ല നടക്കേണ്ടതല്ല. വാ ഇവിടെ വന്നിരിക്കും. അമ്മ വാ, അമ്മയ്ക്ക് ചോറ് വേണോ ചക്കപ്പുഴുക്ക് വേണോ? ഇനി വർത്താനം പിന്നെ പറയാം. വാ, വേണ്ട വള. ആ, വേണ്ട, വേണ്ട, വേണ്ട. ഞങ്ങളോട് ഇരിക്കാം. വാ, 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 വാ. അയ്യോ, വാ. ഞങ്ങൾ രണ്ടുപേരും വന്ന് അമ്മയുടെ കൂടെ കഴിയാൻ അമ്മ അമ്മയോട് കഴിക്കാൻ വന്നതാന്ന്. ഞങ്ങൾ അമ്മയുടെ കൂടെ കഴിക്കാൻ വന്നതാ. ഇവിടെ ഇരി, ഇവിടെ ഇരി. ഇവിടെ ഇരി. അല്ല ഞങ്ങൾ വരുപോലും ഇല്ലായിരുന്നു. ഇരിക്ക്. മാറ്റി. ആ. അമ്മയ്ക്ക് എന്താ ചക്കപ്പുഴുക്കാണോ ചോറാണോ വേണ്ടേ? എനിക്കില്ല കഞ്ഞി കപ്പ മുഴുവായിരുന്നു. മുഴുക്കപ്പോൾ തിന്നലില്ല. കഞ്ഞിയല്ല എന്നും കുടിക്കണം. അതെ അതെ. കുറച്ച് മതി ഇച്ചിരി. മതി മതി മതി. കസേരയും കടുപ്പിച്ചിടാൻ പറ്റില്ല. നമ്മൾ വരുന്നില്ലേ? ബാബാ വീണ ഇരുന്നോ മോനെ, ഇരുന്നോ, താഴോട്ട് ഇരുന്നോ, അമ്മച്ചിയുടെ അടുത്ത് ഇരുന്നോ. രോഗാനൂടെ ഇല്ലേ? ഇതാ നിൽക്കുന്ന ആരാ നോക്കി. നിൽക്കുന്നു. ഇച്ചിരി കസേരയും കടുപ്പിച്ചിട്ടുള്ള ഇച്ചിരി അമ്മ കസേരയും കടുപ്പിച്ചിട്ടാ അങ്ങനെ മൊത്തത്തിൽ തരുന്നു. വീട്ടിലെല്ലാം കളിക്കുക. കസേര അടിപ്പിച്ചിട്ടാ കസേര. അമ്മയുടെ കസാര അടുപ്പിച്ചില്ല അതെ ചുമ്മായിരിക്കാൻ. ഇത്ര പണിയില്ലേ? ആ ദേഷ്യം വരും പെട്ടെന്ന്. എന്താ അവസ്ഥ? മനുഷ്യർക്കിരിക്കണ്ട വേറെ അങ്ങോട്ടുള്ള കഴിക്കാതിരിക്കും. നമ്മുടെ ഇരുന്നതാ. വെജിറ്റേറിയനിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രായമാവുന്നത് അത് ശരിയാ. വെജിറ്റേറിയനിലേക്ക് കഴിച്ചോ? കാർന്നോരോ കാർന്നോരോ സ്വർഗത്തിലോട്ട് പോയി. ഇങ്ങോട്ട് പോയി. സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ. ആ എപ്പോ 10-20 വർഷമായി. 10-20 വർഷമായി. അതൊക്കെ എനിക്കറിയാം. ആ ഇന്ന് എന്ത് ചെയ്യുന്ന ഇന്നാ ഇന്നും അവിടെയാ. വീട്ടിലൂടെ ഉള്ളപ്പോ ആ ഇവരുടെ ഉള്ളപ്പം വന്നില്ല. അതാണ് മോളി ഇരുന്ന് കാണുന്നുണ്ട്. അമ്മയ്ക്ക് വെള്ളം കേട്ടോ. മച്ചന്മാർ അടുത്താ ആവശ്യം. അതെ അതെ പള്ളിയുടെ താഴെ പള്ളിയുടെ താഴെ പള്ളിയുടെ പേരെന്നാ? ശ്രീവാരം പള്ളി. ആണ്. ശ്രീകാവരംപള്ളി മറക്കാം. നമുക്ക് നല്ലപോലെ ഓർമ്മയുള്ള പള്ളിയാ ശ്രീവാരം പള്ളി. അതെ അതെ അമ്മ പോകുന്ന പള്ളി മെയിൻ അതല്ലേ. ഇന്ന് പള്ളി പോയായിരുന്നോ? മഴ കാരണം പറയാൻ പറ്റാൻ പോയി അല്ലേ? ഇന്ന് പള്ളി പോയായിരുന്നോ? ഇല്ല. ഇല്ല, മഴയായിരുന്നു അല്ലേ? മഴ. എന്തൊന്നും പോക്കില്ല. പോകില്ല പോകില്ല ഏത് പോക്ക് നടക്കില്ല. നടക്കത്തില്ല. കാലം കഴിച്ച തളർച്ചയായി. അച്ഛൻ ഇങ്ങോട്ട് വരും അല്ലേ? കുർബാന തരാൻ വരികയല്ലേ? അച്ഛൻ വരികയല്ലേ? മച്ചന്മാര് ആ അച്ഛൻ കുർബാന തരുവാൻ വേണ്ടി വരികയല്ലേ? വല്ലപ്പോഴും. അതേക്കുള്ളവർക്ക് അങ്ങനെ എല്ലും ഇവിടെ വരെ പോയാൽ പോരെ. നമ്മുടെ ഇടവപ്പള്ളി നല്ല പള്ളിയല്ലേ ഇപ്പം? നല്ല പള്ളി ആയില്ലേ? നല്ല പള്ളിയല്ലേ? പള്ളിക്കൊരു കുഴപ്പമില്ല. ഈ താഴത്തെ പള്ളി പോവാ കുരിശുപള്ളിയില്. താഴെ കുരിശുപള്ളിയില്ലേ ചെറിയ? വിഷുവിലേക്ക് പള്ളിയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് പണിയിപ്പിച്ച സ്ഥലം പൈസ അല്ല സ്ഥലം. കുശവള്ളി സ്ഥലം പൊക്കോണ്ടിരുന്ന അമ്മ എല്ലാ ദിവസവും പോയി തിരികെ എത്തിച്ചോണ്ടിരുന്നല്ലേ. എല്ലാ ദിവസവും വൈകുന്നേരം പോയി തിരികെ എത്തിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇല്ല ഇല്ല ഇപ്പം ഇറങ്ങിയില്ല. അപ്പം ഇതിൻ്റെ വട്ടത്തിൽ വീടിൻ്റെ വട്ടത്തിലൊക്കെ നടക്കുകയുള്ളൂ. പുറത്തിറങ്ങിയാലും പശുവിനെ കിടാവിന്റെ അടുത്തൊക്കെ ആ പോകും. പക്ഷേ കനാട് എടുത്തു പോകും. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് എന്നെ ഉറക്കി കിടന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉറങ്ങാൻ കയറും. ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ ആളെ ഇറങ്ങി. ഭക്ഷണങ്ങളൊക്കെ പിടിക്കും. ഇതുപോലെ ചക്കയൊന്നും കിട്ടുമൊന്നുമില്ല. ഇതൊക്കെ കിട്ടും. ഇറച്ചി മീനെ കിട്ടും. ചിക്കൻ എടുക്കണ വെച്ചിട്ടുണ്ട്. ഇത് വലിയല്ലേ? ഷുഗറാണ്. അന്നത്തെ ഇച്ചിരി ചക്കപ്പുഴുക്ക് കുറച്ച് തിന്നാൻ മതി. അതെ ചക്കപ്പുഴ കഴിക്കും. ഷുഗറിൻ്റെ വിചാരിച്ച ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഇനി എന്നാ പോണേ? 5-ാം തീയതി പോകും. വ്യാഴാഴ്ച. ചിക്കൻ ഒരു മാസത്തിൽ വന്ന് വരുമോ? ഇല്ലില്ല,
വർഷത്തിലൊന്ന്. വരുവാ. അച്ചാറ് മധുരമുള്ള അത് കാരണം ഈന്തപ്പഴവും സഹോദരങ്ങൾക്കൊക്കെ പപ്പടം. ഏ? അച്ഛനും കൊടുക്കത്തില്ല. ആ, കൊടുക്കാം. കൊണ്ടുണ്ട്. തിന്നു കഴിഞ്ഞിട്ട് കൊടുക്കാം. അല്ലേ അവർക്ക് പറ്റത്തില്ല. ഉച്ചയോട് കഴിച്ചോ? ചിന്നു കഴിച്ചോടാ. അവിടെ പോയത് കഴിച്ചോ? എന്നാണ് തുടങ്ങുന്നത് കോളേജ്? ഓഗസ്റ്റ് അല്ലേ? അഡ്മിഷനൊക്കെ എടുത്തില്ല. നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. യൂണിഫോമും കാര്യങ്ങളൊക്കെ പോയി എല്ലാം അത് ക്ലാസ് തുടങ്ങിയിട്ടല്ലേ. പിന്നെ ഉള്ളൂ. പിന്നെ അത് ഇനി വിളിക്കുകയല്ലേ? ഇനി അവർ വിളിക്കും. ആ, എപ്പോഴായിരിക്കും? ഇപ്പം ഫീസ് അടപ്പിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ഇനി പേരൻസ് മീറ്റിങ്ങും സെമിനാറും എല്ലാ പരിപാടിയും ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. അച്ഛൻ കഴിഞ്ഞ എന്താ പോണേ? 5-ാം തീയതി. 5-ാം തീയതി. ആ വീട്ടിലെ പട്ടിണി അങ്ങ് കൊണ്ടുവന്നല്ലേ? ആ, അത് ഇവിടുത്തെ പട്ടി പോയായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നതാ. കൂട് വെറുതെ കിടക്കണം. ഇവിടെ എന്നായാലും പട്ടി വേണം. പക്ഷെ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോ അത് തിരിച്ചു വന്നിരിക്കുന്നു. പട്ടിണി കിടന്നു കോലം കിട്ടും. എന്താ നോക്കണേ? അതിനെ പിന്നെ ചുമ പിടിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റണ്ടെന്ന് പറഞ്ഞ എല്ലാ പട്ടികൂടെ കൂടെ കൊടുത്ത് വല്ല കടിയും കിട്ടിയതാണോ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ചുമ അവിടെ ഒരു കൂടുണ്ടായിരുന്നു, അതിനകത്ത് പിടിച്ചിട്ടു കുറെ ദിവസത്തേക്ക്. ഭക്ഷണം കൊടുത്തു. പട്ടി പുറപ്പെട്ടു പോയത്. ആ, മനസ്സിലായി എങ്ങനെയാണ് ദൂർത്ത കുത്തുന്നെ പോലെ തിരിച്ചു വന്നു. ഇപ്പൊ ഉണ്ടോ? എന്റെ പോയോ? അതാ കുറയ്ക്കുന്നത്. അവനെ ഇവിടെ പറ്റത്തില്ല. ഒരു ഒച്ച കേൾക്കാൻ പറ്റില്ല. ഇവിടെ ബെല്ലടിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു മിറ്റിലാണെങ്കിൽ അന്നേരം വരയ്ക്കും. എന്നറിയോ മറ്റേ പട്ടി ഉള്ളതാണ്. അല്ലല്ല നേരത്തെ പോലെ അങ്ങനെയാ. പക്ഷെ ഇവൻ കണ്ടോ ആവശ്യത്തിന് മാത്രം. മുത്തപ്പന്റെ പള്ളി ഉണ്ടായി എന്നുണ്ടോ? ഇച്ചിരി കൂടെ ചോറ് ഇട്ടായിരുന്നു. ഇത് മതിയോ? എന്നാ ചക്കപ്പുള്ളി തരും. ഇപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കുറച്ചോ? ഞാൻ ഇപ്പം ഇത്തവണ വന്നിട്ട് വണ്ണം കുടിക്കുക, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം. പിന്നെ ഇറച്ചിയത് ഭക്ഷണം ജോമോളുടെ പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലേ? നന്നായിരിക്കുന്നു. സൂപ്പർ. ഇതെല്ലാം അത് തന്നെയാണ്. ചേച്ചന ഇതിന്റെ അകത്ത് ഉണ്ടോ അച്ഛന്മാർക്ക്? എല്ലാം ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ഇറച്ചി കൊണ്ടുവന്ന് മീൻ പിടിക്കാറുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മീൻ പിടിച്ചേനെ. അതൊക്കെ ചെയ്യാം. ഓടി ചാടി നടക്കുന്നവരാ. ഉണ്ടോ? ഇല്ല മേടിക്കാനൊന്നും പറയരുത്. മീനിപ്പോ കുറവാ. കടൽ മീനില്ല, ഇപ്പൊ വളർത്തു ഉള്ളു. അതാണ് വേറെ കാര്യം. കടൽ മീൻ വളരെ കുറവാണ്. ഇപ്പൊ മറ്റേ കപ്പല് മുങ്ങിയപ്പന്നെ കടൽ മീൻ ഭയങ്കര ഇതാണ്. ഇപ്പൊ വളർത്തു മീൻ മീനുണ്ട്. ആണുങ്ങൾ എത്ര പേരുണ്ട്? പെണ്ണന്മാരാ കൂടുതലല്ലേ? ഓടി വരണം കൊടുക്കാം. ഇതേ ഉള്ളൂ. മറ്റേ 20 ഉള്ളൂ. ആ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതെ. ആ ഇനിയിപ്പോ കൊച്ചൊക്കെ പിന്നെയൊക്കെ ഉള്ളതിനൊക്കെ ആയി വരുന്നുണ്ട്. 3 ആണുങ്ങൾക്ക് കൂടി ഒരു പെണ്ണുള്ളത്. ആണുങ്ങളാണെന്നും എല്ലാം ചിലരെല്ലാം പിഴകെട്ട് വഴിവേട്ട് അന്തമില്ല ബന്ധമില്ല. വിവീന വരാറുണ്ടോ? അടുത്ത ആഴ്ച വരും. 6-ാം തീയതി വരും. നിങ്ങൾ 5-ാം തീയതി പോയി. ബക്രീദെങ്ങാണ്ടല്ലേ? അപ്പൊ അതിന് അവധിയുണ്ട്. ഇത് ഒന്നും ചേർത്തിനൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ. ഇവിടെ 2 വർഷം 3 വർഷം കഴിഞ്ഞ ഇല്ല, അത് 1.5 വർഷം. 1.5 വർഷമായേ ഉള്ളൂ. ഇപ്പൊ ഈ ഒക്ടോബർ ആകുമ്പോ 2 വർഷം പൂർത്തിയാവും. ചെന്നാലും പെണ്ണന്മാരെ കണ്ടോ? പെങ്ങന്മാർ രണ്ടുപേരുണ്ട്. രണ്ടുപേരും. ഒരാളെ സിസ്റ്റർ, ഒരാള് സിസ്റ്റർ. ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് യുപിയിലോട്ട് പോകുന്നല്ലേ ആന്റി? യുപിക്ക് പോവാ. ഇനി ജോലിക്ക് വല്ലപ്പോഴേ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ആ അടുത്ത 100 കിലോമീറ്റർ. അത് ആന്റി വരുന്നത് ഹൈവേയിലെ മെയിൻ സൈഡിൽ തന്നെയാണോ അതോ അകത്താണോ? ആമ്പൂര സിറ്റി അല്ലേ? സ്കൂൾ ആവശ്യം. 3000-ഓളം പിള്ളേരുള്ള സ്കൂളാണ്. ആ
അമ്മയ്ക്ക് ചക്കയാണോ ഇഷ്ടം? എന്തോ ചക്കയാണോ ഇഷ്ടം? ചക്കയോ? നമുക്ക് ആ, അങ്ങനെ അമ്മ വലിയ ഏതാ ഇഷ്ടം? താല്പര്യമില്ല. ഫ്രൈഡ് റൈസ് കഞ്ഞി ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം? ചക്കയാണോ ഇഷ്ടം? കപ്പയാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? കപ്പയാണോ ചക്കയാണോ ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം? ചക്കയാ ഇഷ്ടം. ആ, ചക്ക ഏറ്റവും നല്ലത്. ഇതിനകത്തൊന്നും വിഷയില്ല. വേണ്ട. ആ, ഇതൊന്നും ചവയ്ക്കാൻ വേണ്ട അല്ലേ? ആ, പല്ലൊക്കെ പോയി ഇരിക്കാം. ആ, അണപ്പല്ലൊക്കെ തീർന്നു. തീർന്നു. ഇതൊന്നും കപ്പയ്ക്കാണെങ്കിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പിടുത്തമില്ല. പറ്റില്ല. കപ്പ ഗ്യാസ് തന്നെ. നല്ല ഉണക്കക്കപ്പയായിരിക്കും. പല്ലില്ലല്ലോ അപ്പം ചവയ്ക്കാൻ. ഈ ചക്ക പറിക്കാൻ പറ്റുമെന്ന് ഓർത്തിരുന്നല്ല, തുറന്നുകൊണ്ട് പറിച്ചതാ. 2 ചക്ക ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം ആയി വരുന്നില്ല. അത് ഇനി ശരിയാവും തോന്നുന്നില്ല. ചെറുതാ. ചിലപ്പോൾ കിട്ടും. അത് ചുള കാണുമെന്ന് അറിയത്തില്ല. ഇടവകപ്പള്ളിയിലാണോ ഇരിക്കുന്നത്? ആ, ഇടവപ്പള്ളിയിലായിരിക്കും. ഇടവക്കാർ കുറച്ചേ ഉള്ളൂ. ഇടവപ്പള്ളിയിലായിരിക്കണം. ഇടവക്കാർ കുറച്ചേ ഉള്ളൂ. ആ, 60 കുടുംബമേ ഉള്ളൂ. ഇടവക്കാര് ആ, അങ്ങനെയാ. 60 കുടുംബം. 60 കുടുംബം 16 വില്ലേജുകളിലാണ്. 16? വില്ലേജുകൾ, ഗ്രാമങ്ങളില് 16 ഗ്രാമങ്ങളിലായിരിക്കണേ. ഒരു ഗ്രാമത്തില് 3-4 കുടുംബം വീതം. ഇത് ഇവന്റെ കോളേജ് പാലാ രൂപതയുടെയാ? ആ, ഇത് എഞ്ചിനീയറിംഗ് കോളേജല്ലേ? ഇവന്റെ കോളേജ് അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജ് പേരല്ല സെന്റ് ജോസഫ്. ജോസഫ്. ഇനി ഏത് പള്ളിയിലേക്ക് ഇരിക്കണം? വടക്കേണ്ടിയില്. അമ്മ നമുക്ക് പോകാം ഒരു ദിവസം. ഒരു ദിവസം അമ്മേനെ കൊണ്ടുപോകാം. വടക്കേ ഇന്ത്യയിലോ? വടക്കേ ഇന്ത്യ. യു പിയിലാ. ഡൽഹി യു പി. നടക്കൊന്നും വേണ്ടെന്നേ, ഒക്കെ വിമാനത്തെ കൊണ്ടുപോകാം. ഭയങ്കര ക്ഷീണമുള്ള. ഇവിടെ ഭയങ്കര ചൂടാ. ഇച്ചിരി കപ്പ ഇറച്ചിയൊന്നും തിന്നില്ലേ? ഇച്ചിരി ചക്കപ്പുഴുക്ക് കൂടെ തരണ്ടേ? കുടിക്കാൻ മാത്രം. അതെ അതെ, കുടിക്കാൻ വെച്ചിരിക്കുന്നു. ഞാൻ എടുത്തോളാം. അമ്മ ചൂടുവെള്ളമുള്ള കുടിക്കുള്ളൂ. അമ്മ ചൂടുവെള്ളമാണോ കുടിക്കണേ എപ്പോഴും? ചൂടുവെള്ളം. ചൂടുവെള്ളം കുടിക്കുന്നത് അതാ ഇഷ്ടം. ജലദോഷം കൂടെ കൂടെ ഉണ്ടാവും. ഭക്ഷണം കൊടുക്കാറായില്ലേ? അത് രാവിലെ കൊടുക്കുക. അവനെ ഇനി അവിടെ ഇവിടുന്ന് സൗണ്ട് മാറാതെ നിർത്തിയില്ല. ഇവിടുന്ന് ഇവിടെ അത് സൈലന്റ് ആവണം. ചാത്തൻ വന്നില്ലേ? ചാച്ചൻ മരിയല്ലമ്മേ. ചാച്ചൻ മരിയല്ലെന്നേ. ശരിയല്ലേ? ആ, അതിനാ ചാച്ചനവിടെ പള്ളിയിലാണ്. പള്ളിയിലാണ്. പള്ളിയിലാണോ? ആ, അങ്ങനെയായി. ചാച്ചനെ അവിടെ പള്ളിയിലാക്കി വെക്കുവാ നമ്മള്. വീട്ടിലല്ലേ? ആ, പള്ളിയിൽ ഏൽപ്പിച്ചു. മുത്തപ്പൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. പള്ളിയിലാണോ കിടപ്പും? ആ, മുത്തപ്പനെ ഏൽപ്പിച്ചു. നല്ല കാര്യം. ആ, വേണ്ടാത്തതൊന്നും ചെയ്യാൻ. ആ, ഇല്ല. തള്ളി ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ വേണ്ടാത്തൊന്നും ചെയ്യല്ലായിരുന്നു. പാവായിരുന്നല്ലേ? അല്ല, ഇപ്പൊ ഇച്ചിരി കൂടി ഉറപ്പായി അല്ലേ? പള്ളിയിലാണെങ്കിൽ ഇച്ചിരി ഉറപ്പുണ്ട്, ഒന്നും ചെയ്യില്ല വേണ്ടാത്തത്. ഒന്നും ചെയ്യല. നേരത്തെ ഇല്ല. ഒക്കെ ന്യായമായ രീതിയിൽ കൂടെയുള്ള നടപ്പും പോക്കും ഭക്ഷണങ്ങൾ കഴിപ്പും ആ വീട്ടിൽ നിന്നുള്ള കഴിപ്പും മാത്രം. അതിപ്പോഴും ഇല്ല. വേറെ അത്ര തന്നെ കുറച്ച് ഇഷ്ടമില്ല. ചാച്ചൻ എന്തായിരുന്നു ഇഷ്ടം? എന്തായിരുന്നു ഇഷ്ടം? എന്ത് ഭക്ഷണമാണ് ചാച്ചന് ഇഷ്ടം? അത് ഇതുപോലെ നമ്മൾ പുഴുക്ക് പോലെയൊക്കെ പുഴുങ്ങി കൊടുത്താൽ നല്ല ഇഷ്ടമുള്ളൂ. മീൻകറി ഉണ്ടാ മതി. കപ്പയും ചക്കയും മീനുമായിരുന്നു. ഒരു കുറ്റമില്ല. ഒന്നും കപ്പയൊക്കെ ഇഷ്ടമല്ലായിരുന്നു. കപ്പ, ചക്ക, മീൻകറി. കഞ്ഞിയാ പിന്നെ ഇച്ചിരി അതെല്ലാം നേരത്തൊന്നും കഴിക്കില്ല. അത് ചിലപ്പോൾ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ട് കൊടുത്താൽ ഇച്ചിരി വല്ലതും കഴിക്കും. കഞ്ഞിയോട് പലകാലത്തോടും ഒന്നും അത്ര ഇഷ്ടമല്ല. ചാച്ചൻ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വഴക്ക് പറയോ? ചാച്ചൻ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെയോ? ഇല്ല, വഴക്കൊന്നും പറഞ്ഞേ ഇല്ല. കള്ളും കുടിക്കുകയില്ല. ഒരു കുഴപ്പമില്ല. വിവാന്റെ ഒരു പ്രകൃതമായിരുന്നു. വെല്ലിപ്പനാണ് പ്രകൃതം. സ്വഭാവം
ഞാനത് ഞങ്ങൾ സംസാരിക്കും. മിണ്ടിയല്ല. അല്ലേ കഴിപ്പ് നിർത്തിയോ ആ മതി മതി മതി. നിർത്തിയോ ആ അമ്മ നിർത്തിയതാണ് ഞങ്ങളും നിർത്തി. ആണ്. എന്തോ അമ്മ കഴിപ്പ് നിർത്തിയതാണ് ഞങ്ങളും കഴിപ്പ് നിർത്തി. അതെന്തിനാ ഞാൻ എപ്പോഴല്ലേ കഴിക്കാൻ തുടങ്ങിയത് നിങ്ങളിങ്ങനെ കഴിക്കാൻ വന്നപ്പോഴല്ലേ ഇത് അത്യായിട്ടുള്ള കഴിച്ചല്ലേ അല്ലെങ്കിൽ അമ്മ എത്ര മണിക്കാണ് കഴിക്കാറുള്ളത്? 8:30. 8:30 കഴിക്കാറുള്ളൂ. ഓ ഇന്നപ്പോ 1 മണിക്കൂർ മുമ്പേ കഴിച്ചു. ഇവിടെ വന്നോ 7:30 കഴിച്ചു. 7:30. 7:30 നീ പോയി കിടന്ന് ഉറങ്ങുവേ, കുരിശ് വരയ്ക്കാൻ വരികയല്ല. നീ കഴിച്ചിട്ടില്ലെങ്കിൽ കുരിശ് വരയ്ക്കാൻ വരും. അമ്മ അമ്മ എത്ര തന്നെ കൊണ്ടുചെല്ലുന്നുണ്ട്? അമ്മ തന്നെ ഒരു കുരിശ് വരയൊക്കെ നടത്തിച്ച് നിങ്ങൾ ഞാൻ ഇവിടെ വീട് എവിടെയാ നമ്മളെ ശ്രീവാരം പള്ളിയുടെ താഴെ. നമ്മുടെ വീട് മുത്തപ്പന്റെ ആ മുത്തപ്പൻ്റെ വീട്. അവിടെയാണോ വീട്ടുകാർ പറഞ്ഞു അതിന് അങ്ങനെ ഇല്ലല്ലോ ആ ഇല്ല ഇല്ല ഇല്ല. പോകാനും വരാനും ഒക്കെ അതെ ഉദിമറ്റത്തിലെ ഉദിമറ്റം അമ്മ എന്റെ വീട്ടിലെ അമ്മേ. ജോമോളുടെ വീട്ടിലെയാ. ജോമോളുടെ വീട്ടിലെയാ. ആ ആ അമ്മയെന്ന് വിളിച്ചാൽ ചിലപ്പോൾ വിളി ഞങ്ങൾ കേൾക്കില്ല. എലിക്കുട്ടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ, വിളിക്കും. ശരി. ഞങ്ങൾ വല്ല എവിടെയെന്ന് പറയണ പേര് വന്നിട്ട് എന്തെങ്കിലും പറയും, ഞാൻ എന്നാ ചെയ്തേ എലിക്കുട്ടി എന്ന പേര് കേട്ടിട്ടെ ഞാൻ എന്നാ ചെയ്തേന്ന് ചോദിക്കും. കൊന്തയൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. ഒരുപാട് കൊന്ത കിട്ടിട്ടുണ്ട്. കൊന്ത കഴുത്തിലേ. എന്താ വേണം ആ ആണ് ഒന്ന് വരികയും ചെയ്യും ഒത്തിരി. എനിക്ക് ഏറ്റവും വെള്ള സമ്പത്ത് ആ കൊണ്ട് കൊന്തയാണ് ആയുധം അല്ലേ. ധൈര്യം ഇതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ ആ ബാക്കിയുള്ള കാര്യം പോലെയല്ല വെരി ഗുഡ്. അന്തവും ബന്ധവും ഇല്ലാതെ ആ അവിടെ ഊരി ഇട്ടേച്ച് ഒരു കാര്യം, പത്തിട്ടേച്ച് എന്നെങ്കിലും ഒന്നും എടുത്ത് വലിച്ചു കെട്ടുണ്ട് അങ്ങനെ പറ്റത്തില്ല. ഇങ്ങനെ പോയിട്ടുമില്ല, അത് ഇഷ്ടമില്ല, അത് ഇപ്പോഴും പറ്റിയ അച്ഛന്മാരൊക്കെ എന്നാ പോണേ 5-ാം തീയതി 5-ാം തീയതി. അപ്പൊ എവിടെ ഇരിക്കണേ? വടക്കേ ഇന്ത്യയില്. അവിടെയാണ് ആ അമ്മ കയ്യെല്ലാം കഴിയും കേട്ടോ. അതെ അവിടെ പോയ ആ 5 സ്റ്റാർ സ്റ്റൈലിൽ അമ്മ കൈ കഴിയും. നമ്മളത് കഴിയുമ്പോൾ പറ്റേണ്ടത്. അതെ അമ്മേ. അമ്മ 5 സ്റ്റാർ ഹോട്ടലിൽ കൈ കഴുകുന്ന പോലെ അവളെ കൈ കഴുകിയത്. 5 സ്റ്റാർ ഹോട്ടലിൽ കൈ കഴുകുന്ന പോലെ അവളെ അമ്മ കൈ കഴുകിയത്. പറഞ്ഞാ മനസ്സിലായില്ല. പൈസ കൊടുത്ത് എടാ അമ്മ ഇതിനകത്തിട്ട് കൈയെല്ലാം കഴുകി ഞങ്ങൾക്ക് ഇവിടെ കൈ കഴുകാൻ പോട്ടെ. അമ്മയുടെ കൈ കഴുകിയോ അമ്മ? കഴിയണം. ആ അവന് കൈ കഴുകാൻ പോവല്ലേ? ആ പോവാ. വീട്ടുപോയി ഇതിനകത്തേക്ക് ഇരിക്കണം. ഇനി അന്നേരം ഇനി അവിടെ പോയി കഴിയാം. അത് കളയണം. അത് കളഞ്ഞേക്കാം. അതൊക്കെ ഞാൻ കളഞ്ഞോളാം. ഇനി അവിടെ തൂത്ത് ഇങ്ങനെ വരുത്തി വെക്കുവേ. ഇതൊക്കെയാണ് പരിപാടി. എന്നാ ഇനി ഏറ്റവും കൈ കഴുകാൻ വെള്ളമുണ്ടോ? അത് അമ്മ കൈ കഴിക്കും. ഇവിടെ കഴിക്കും. അമ്മ മാറിയിരുന്നു. ഇവിടെ ഇരുന്നു. വിവീന എവിടെയും ഇല്ല. വിവീന കോളേജിലല്ലേ ഏ? കോളേജിലല്ലേ അടുത്ത ആഴ്ച വരും. ആര് വന്നാലും ഇവിടെ കാണാമോ? ആ ആരും വന്നാലും വിവീന ഇല്ല. അത് ശരി, അവളിപ്പോ പറഞ്ഞിട്ടിരിക്കുവോ ഇത് വിളിച്ചപ്പോ. ഞാനില്ല, ഞാൻ ഇവിടെ ഇല്ലല്ലോ എന്നും പറഞ്ഞു. അല്ല അവിടെ അവിടെയാണോ പഠിക്കണേ? ആ അവളവിടെയാ പഠിക്കുന്നത്. പരിമല നീ എന്താ വന്നേ? വരുന്ന ആഴ്ച വരും. വരുന്ന ആഴ്ച എന്നെ അയച്ചോണ്ട് തീരോ? ഇല്ല തീരെയല്ല, അവധി തീരാറൊന്നും ആയില്ല, തീരാൻ കിടക്കോ ഇനി. പള്ളിക്കൂടത്തിലെ പരീക്ഷ അല്ലേ? പരീക്ഷ അല്ല, പഠിത്തം കഴിഞ്ഞില്ല. വിവാൻ എല്ലാ ദിവസവും പോയി വരും അല്ലേ. വിവാൻ എല്ലാ ദിവസം പോയി വരണം, അല്ല ഇപ്പം നടക്കിയല്ലോ. ഈ ഹോസ്റ്റലിൽ നിൽക്കണ കുഴപ്പമില്ലായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കിയല്ലോ ഉള്ളി. ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുന്നത് നല്ലതാന്നേ അല്ലേ. കുറച്ചും കൂടെ ഒക്കെ ആഴ്ച വന്നാൽ മതി അല്ലേ. അതെ. താല്പര്യമില്ല, നിങ്ങളെയൊക്കെ വിട്ടു പോകാൻ താല്പര്യമില്ല. അവന് ആ എഞ്ചിനീയറിംഗേ ഇഷ്ടമുള്ളൂ, അവൻ ആ എടുത്തതുവേ ഇഷ്ടമുള്ളൂ. അല്ല അവന്റെ ഇഷ്ടത്തിൽ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പേര് കുറ്റം വെച്ചേക്കല്ലേ കേട്ടോ. അത്യാവശ്യം വരുമ്പോൾ നമുക്ക് വെക്കാം, പേടിക്കൊന്നും വേണ്ട. എല്ലാം വിട്ടു തന്നിരിക്കും ഇവാന്. പക്ഷെ വീണയ്ക്കൊക്കെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാം അവന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. പേടിക്കൊന്നും വേണ്ട, നമുക്ക് കുറ്റം വെക്കാം, ഇവരെയൊക്കെ കുറ്റം വെക്കാം. ഇവിടെ ഇല്ല. നീ അച്ഛന്മാരൊന്നും ഇവിടെ ഇല്ല. ഇല്ല വന്നില്ല. ആണോ? എന്നാ കണ്ടില്ലല്ലോ. കണ്ടില്ലെന്നേ. അവള് കണ്ടില്ലെന്നേ, അവള് പരാതി പറഞ്ഞിട്ടിരിക്കുക ഫോൺ വിളിച്ചപ്പോ. ഇത് എത്ര ദിവസമായി പോയിട്ട്? കുറച്ച് ദിവസമായി പോയിട്ട്. ഇനി വരും, അടുത്ത ആഴ്ച വരും.
അത് പഠിക്കാൻ പോയതാണ്. ആ അവധി കിട്ടണ്ടേ? ഒരു ദിവസം എത്ര രൂപ കൊടുക്കും? കൊറേ രൂപ കൊടുക്കണം. ഇത്ര കൊറേ രൂപ കൊടുക്കണമെന്നേ. ഇത് വന്നാലും പിന്നെ ഇപ്പൊ എല്ലാ ജോലിക്ക് പോയിട്ടോ? ജോലിയല്ല, പഠിക്കാൻ പോയേക്ക. നേഴ്സിംഗ് പഠിക്കാൻ പോയേക്കുവാ. ആ പഠിക്കാൻ പോയ. മോളേന്റി എന്നാ അങ്ങോട്ട് UP-ക്ക് പോണേ? 13 കേരളക്കാ. കുഞ്ഞാവ് കേരളയ്ക്ക് പോകണമല്ലോ ഇപ്പോൾ അവിടെ, അതോ വേറെ അവിടെ ചെന്നിട്ട് വേറെ മാറണോ? ആ വൈകിട്ടല്ലേ അവിടെ ചെല്ലുന്നേ? അവിടെ മലാഷിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് വണ്ടിയായിട്ട് വരുമ്പോൾ വണ്ടിക്ക് 2 മണിക്കൂർ അല്ല കേരള പോകുന്ന റൂട്ടിൽ ഇറങ്ങിയാൽ മതിയോ? ആണോ? 2 മണിക്കൂർ ദൂരം ഇല്ലേ? അവിടുന്ന് 1 മണിക്കൂർ അത്രേ ഉള്ളൂ. അപ്പൊ വഴിയൊക്കെ നല്ല വഴിയാക്കി. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അന്ന് ഞാൻ പോയിട്ട് 10, 22, 21 വർഷമായില്ലേ? അയ്യോ എന്നതായിരുന്നു. ഞങ്ങളുടെ അവിടെ ടൗണ്, ബാക്കിയുള്ളത് അങ്ങറ്റത്ത്. ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ ഇപ്പം മലയാളി പഠിപ്പിച്ചിട്ടുണ്ടോ? മലയാളികളുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ? സിസ്റ്റർമാരൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിനെ നിർത്തുന്നില്ല തോന്നുന്നല്ലേ? ഞങ്ങളെ മുത്തപ്പൻ ഇവിടെ കൊണ്ടാക്കുന്ന ഞങ്ങളെ മുത്തപ്പൻ പുറത്തോട്ട് വിടാതെ ഇവിടെ ആക്കിയിരിക്കുക. മുത്തപ്പനെ ഞങ്ങൾക്ക് എപ്പോഴും കാണണം, അന്വേഷിക്കണം, തിരക്കണം, പ്രാർത്ഥിക്കണം. എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചു കഴിയുമ്പോഴത്തേനും എന്നാലും അത്ര മിണ്ടൊന്നുമില്ല. പാരമ്പര്യം ഇവിടെ കിടപ്പുണ്ടേ, അങ്ങനെയൊന്നും വിട്ടു മിണ്ടിയല്ല. കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരോട് വർത്താനം പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ, അങ്ങനെ പ്രതീക്ഷിക്കാം. ചെയ്യും, വർത്താനൊക്കെ പറയും. ആക്റ്റീവാണ്, എന്നാൽ നല്ലപോലെ ആൾക്കാരോടൊക്കെ ആയിരിക്കും. പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളിലൂടെ കൂടി ചേർന്ന് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അവിടെ ചെല്ലാൻ നമ്മൾ മിണ്ടായിരിക്കാൻ പറ്റാതെ സിറ്റുവേഷൻ. വിവീന പറഞ്ഞു മിണ്ടാതിരിക്കുന്നവരടുത്ത് കൂടുതൽ ഒരു വരുന്നേന്ന് വഴക്കുണ്ടാക്കാൻ. അതുകൊണ്ട് മിണ്ടിക്കോണം. ആണുങ്ങളാ, രണ്ടാണുങ്ങളാ മൂത്ത്. എന്താണ് അമ്മയുടെ മക്കളുടെ കാര്യമാണ് പറഞ്ഞല്ലേ? കിടക്ക് സമയത്തിലായില്ലേ? ഒന്ന് വൈകി കഴിയുമ്പോ നേരം കിടക്കും. ഞാൻ ചെന്നില്ലെങ്കിൽ മയക്കാൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. കിടക്കത്തില്ലേ എന്നോട് വന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഓടി നടക്കും. എത്ര മണിയാകുമ്പോൾ കഴിക്കുന്നുണ്ടോ? അമ്മ എണീക്കുന്നത് ഞാൻ എണീക്കുന്ന കൂടെ എണീക്കും. എന്റെ കൊച്ചല്ലേ എണീറ്റ് പോവുക. ഞാൻ 5:30 ഇവീനെ എന്നാ അടി വന്നെ? ഇവര് വന്നില്ല. ഇന്ന് വന്നില്ലേ? ഞങ്ങൾ ഇറങ്ങുവാ, എന്തോ ഞങ്ങൾ ഇറങ്ങുവാ. പോവാണ്. ആഹാ, നേരം വെച്ചിട്ടല്ലേ പോണെ? ഇല്ല, നേരത്തെ രാത്രിക്ക് തന്നെ പോവാണ്. രാത്രി തന്നെ പോവാ. അപ്പൊ അവിടെ ചെല്ലുമ്പോ എത്ര സമയം? ഇപ്പൊ വീട്ടിലേക്കല്ലേ? ഇപ്പൊ ശ്രീബാപുരത്താ പോകുന്നത്. പള്ളിയുടെ താഴെ വീട്ടിലാ പോണേ. നമ്മളുടെ വീട്ടിലേക്ക്. മറ്റു നേരം വിളിക്കല്ലോ. ഇല്ല, 10 മിനിറ്റോടെ ചെല്ലും. എന്നാ ശരി, ഒരു സ്മൃതിയൊക്കെ തന്നേക്ക്. ഈശോ വിഷയക്ക് ശരിയായിരിക്കും. ഉമ്മ ഇവിടെതാ. ഈശോ വിഷയക്ക് ശരിയായിരിക്കും. ഉമ്മ അക്കരെ ഉമ്മ. ഞാൻ വണ്ടി നീ എന്ത് കാണും? നീ വരുമ്പം കാണാം നമുക്ക്. നീ എന്നാ വരണേ? നമുക്ക് 1 വർഷം കഴിയുമ്പോൾ വരാം. ഇവിടം വരെ വന്നാൽ മതി കാര്യം. താമസിക്കാൻ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ ശ്രീകാപുരത്ത്. അവിടെയാണെങ്കിൽ നല്ല എളുപ്പമല്ലേ? എളുപ്പം. അതിന് ഇങ്ങോട്ട് പറയോ? എവിടെയാ ഇപ്പൊ താമസിക്കുന്നത്? അവധിക്ക് വന്നപ്പോ അവിടെയാണോ താമസിക്കുന്നത്? നല്ല കാര്യം. ഞങ്ങൾക്ക് അത്യാവശ്യപ്പെട്ട കൂട്ടിക്കൊണ്ട് വരാമല്ലോ. അതെ അതെ. ആയിക്കോട്ടെ. വെട്ടമുണ്ട് ഇച്ചിരി വെട്ടം. ലോക്ക് ഒരു വരാറ്റ കൊടുത്തോ. ഉദിമറ്റം വരെ പോളൂ. ഉദിമറ്റം ഒരു കുഴപ്പം കൂടാതെ പിന്നെ മക്കളെ കാത്തു മുറ്റത്ത് കൊണ്ടുപോകാൻ പറ്റും. മുറ്റത്ത് അങ്ങോട്ട് കയറും. പിന്നെ ഇരുട്ടത്തെ കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് വെട്ടമല്ലേ ഉള്ളേ? എല്ലായിടത്തും വെട്ടമുണ്ടോ? പിന്നെ വെട്ടമുണ്ട് വണ്ടിക്ക്. എന്നാ പോയി കിടന്നോ. അല്ലേലൂയ്യ, അല്ലേലൂയ്യ, അല്ലേലൂയ്യ,
ഹല്ലേലൂയ. എൻ്റെ എല്ലാം എൻ്റെ ഈശോയാണ്. എൻ്റെ സമസ്തം എൻ്റെ ഈശോയാണ്. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഈശോയേ ഉള്ളൂ. എൻ്റെ ഈശോ എൻ്റെ കൈ വിടിയല്ല. എൻ്റെ ഈശോ എൻ്റെ കൈ വിടിയല്ല. എൻ്റെ ഈശോ എൻ്റെ കൈ വിടിയല്ല. എൻ്റെ ഈശോ എൻ്റെ കൈ വിട്ടാൽ ഞാൻ ആഴത്തിൽ പോവും. ഞാൻ രക്ഷപ്പെടുകയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ കിടക്കാൻ ഇതാണെൻ്റെ ഇവിടുത്തെ ഇവാൻ ഇവിടെ കഴിക്കുന്നു. ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ആ കിടക്കാൻ പോകണോ? കിടക്കാൻ പോകണോ? ഞാൻ കിടക്കാൻ പോവാം. അയ്യോ ഇനി ഒന്നും വൈകാൻ നേരം. ആ എന്നാ കിടന്നോ. സമയം എന്തോട്ട് ആ നീ കിടക്ക്. കിടന്നോ. സമയം ഒത്തിരിയായി. എല്ലായിടത്തും കുരിശ വരച്ചാ. ഒന്നും വൈകാൻ നേരം. കിടന്നോ കിടന്നോ. എല്ലാവരും കിടക്കും. ആ എല്ലാവരും കിടക്കാൻ പോവാ. അവരൊക്കെ പോയില്ലേ? ആ അവര് പോയി. പള്ളിയിൽ പോയി. പള്ളിയിൽ കഴിഞ്ഞ് ആ പള്ളിയിലെ കഴിഞ്ഞല്ലേ. ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് പോയി. വീട്ടിലേക്ക് പോയി. ആ വീട്ടിലോട്ട് പോയി. അവരുടെ വീട്ടിലോട്ട് പോയി. ആ അവരെ വീട്ടിലോട്ട് പോയി. പിന്നെ പോയി കിടക്കാൻ ആ കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.